ഹലോ എവ്രിവൺ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? Hi, good യെസ്. evening. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് അല്ല, ഓൾമോസ്റ്റ് ഉറങ്ങാനായെന്ന് തോന്നുന്നു എല്ലാവരും. ഭയങ്കര ലോങ് ഗ്യാപ്പിന് ശേഷം എല്ലാവരെയും കാണുന്ന പോലെയുണ്ട്. താങ്ക് യു ഫോർ എൻക്വയറിങ് ഹൗ ഐ ആം. ഓക്കെ ആണോ? എല്ലാവരുടെയും മെസ്സേജ് ഞാൻ കാണുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. വർണ്ണയുടെ മെസ്സേജ് ഞാൻ ഇപ്പം കണ്ടു. പിന്നെ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഐ എം ഫൈൻ, കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് എ വെരി നോർമൽ ഡിസീസ്, പക്ഷേ കുറച്ച് റെയർ ആണ്. പക്ഷേ അത് ഓവർകം ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഇറ്റ് മേക്ക് സം ചേഞ്ചസ് ഇൻ ദ ബ്രെയിൻ സ്ട്രക്ചർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ട്രാക്കിലോട്ട് വീണ്ടും ആവാൻ കുറച്ച് സമയമെടുക്കും. ദെൻ ഐ എം ഫൈൻ. ഇവർക്ക് കാര്യ സാഹിത്യമൊക്കെ അവരൊക്കെ അത് കണ്ട് 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 അവർ ഭയങ്കര യൂസ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ എൻക്വയറിങ്. ഓക്കെ, അപ്പം ആരും എനിക്കിപ്പോൾ ഒരു മെസ്സേജ് അയച്ചു, 28 ദിവസം കൂടെ ഇനി എക്സാമിനുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ദാറ്റ്സ് ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പോർഷൻസ് ഫിനിഷ് ചെയ്യാനുള്ളത്? ആകെപ്പാട് എൻ്റെ ടിൻറ്റാനാബിയും ഈ സ്കൈലാർക്കും പിന്നെ വേറെ എന്താ ഉള്ളത്? പിന്നെ കറണ്ട് Tintanabi, Skylark, ആ Old Man and the Sea, ഓൾമാൻ പിന്നെ എന്ന സി Pygmalion. എത്ര എടുത്തില്ല. വർക്കുണ്ട് മൊത്തത്തിൽ? Death of a salesman അല്ലേ? അത് റെക്കോർഡിംഗ് ഇട്ടിട്ടില്ലേ? ഡെത്ത് ഓഫ് എ സെയിൽസ് ഇല്ല ഇല്ല, ഇല്ല. ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ റെക്കോർഡിംഗ് ഇട്ടിട്ടില്ല. പിഗ്മാലിയൻ ജിതിനാണ് എടുക്കാനുള്ളത് അല്ലേ? മൊത്തം ഒരു ഉം ഉം. 5-6 വർക്കിനപ്പുറത്തേക്ക് വരുമോ? ഇല്ല ഇല്ല, അത്രേ ഉള്ളൂ. ഇല്ല. ഒരു 4-5 ടോപ്പിക്സേ ഉള്ളൂ. പിന്നെ കറണ്ട് അഫയേഴ്സ് ഒന്ന് വർക്ക് ചെയ്യാനുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും താഹിര മാമിനോട് സംസാരിച്ചായിരുന്നോ? ലൈക്ക് നമ്മൾ എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യുന്നതെന്ന്? സംസാരിച്ചായിരുന്നു. എന്താ പറഞ്ഞേ? കറണ്ട് അഫയേഴ്സ് ആക്ച്വലി ഇങ്ങനെ ഇട്ട് തരാൻ, എടുത്തു തരാന്ന് പറഞ്ഞു ഒരു ക്ലാസ്. പിന്നെ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നതും പറഞ്ഞായിരുന്നു. അതും ഒരു ക്ലാസ്സിൽ ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പോ ലേറ്റസ്റ്റ് നടന്ന എക്സാംസിന്റെ എല്ലാം. ഓക്കെ. അത് പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുക നമ്മൾ അന്ന് ഏതോ ഒരു മീറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞ പോലെ ലൈക്ക് ഒരു 2 പേര് ടീമപ്പ് ചെയ്തിട്ട് ഒരു ദിവസം അവർ കറണ്ട് അഫയേഴ്സ് എല്ലാവർക്കും വേണ്ടി ഡിസ്കസ് ചെയ്യുന്നു. ലൈക്ക് അത് അവരവരുടെ ഇഷ്ടമുള്ള രീതിയിൽ ലൈക്ക് ഒന്നെങ്കിൽ കുറച്ച് പോയിന്റ്സ് ആക്കിയിട്ട് അത് പറഞ്ഞ് അത് ഓർക്കാനുള്ള കുറച്ച് ട്രിക്സ് പറയുക, അല്ലെങ്കിൽ മേ ബി ക്വസ്റ്റ്യൻസ് ചോദിച്ച്, അങ്ങനെ ഓരോരുത്തരും അത് ഓരോ ദിവസം കണ്ടക്ട് ചെയ്യുകയാണെങ്കിലായിരിക്കും അത് കുറച്ചും കൂടെ ഈസിയും കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് അത് പഠിക്കുകയും ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഐ ഡോണ്ട് നോ, അതെൻ്റെ ഒരു പെർസെപ്ഷനാണ്. പക്ഷെ അത് നിങ്ങളും കൂടെ ഒന്ന് അത് കോർഡിനേറ്റ് ചെയ്തിട്ട് അത് താഹിര മാമിനോട് സംസാരിക്കണം. ഐ വിൽ ഓൾസോ ടോക്ക് ടു ഹർ. അപ്പോൾ അതൊന്ന് ഇത് ചെയ്യണം, കാരണം അതിനകത്ത് 1-2 ക്വസ്റ്റ്യൻ എന്തായാലും കാണും. അപ്പോൾ അതൊന്ന് വർക്കൗട്ട് ചെയ്യണം കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം. ഇത് അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ്, എത്ര ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ താഹിര മാമിനോടൊന്ന് നിങ്ങൾ സംസാരിച്ച് അത് ശരിയാക്കണം കേട്ടോ. പിന്നെ ബാക്കി ഒരു 5-6 വർക്ക്സ് മേ ബി ഐ തിങ്ക് വരുന്ന ആഴ്ചയിൽ തീരും എന്ന് എനിക്ക് തോന്നുന്നു. വോണ്ട് ബി എ പ്രോബ്ലം. പിന്നെ HSSTക്ക് കൂടെ പ്രിപ്പയർ ചെയ്യുന്നവർക്കായിരിക്കും കുറച്ചും കൂടെ സ്ട്രെസ്ഫുൾ ആയിട്ടുണ്ടാവുക. അതായത് അതിനും ഇനി അധികം സമയമില്ലല്ലോ. അപ്പം അത് ഒരു ദിവസം 3-4 വർക്ക് വെച്ച് പഠിച്ചാലേ അത് തീരത്തുള്ളൂ. ബട്ട് HSA മാത്രം ഫോക്കസ് ചെയ്യുന്നവർക്ക് അങ്ങനെ സ്ട്രെസ്ഫുൾ ആവാൻ വേണ്ടി ഒന്നും ഇല്ല. കാരണം ഓൾറെഡി ഒരുപാട് സമയം നമ്മൾ എത്ര നാളായിട്ട് ഇത് പഠിക്കുകയാണ്. അപ്പം ഓൾമോസ്റ്റ് നിങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്, എല്ലാം ഓക്കെ ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ബിലീഫ്. അങ്ങനെയാണ്. അപ്പം അതിനകത്ത് വറി ചെയ്യാനൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ തന്നെ ഇരിക്കാം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഈ ലൈവ് ക്ലാസ് ഇല്ലാതെ വരുമ്പോൾ നിങ്ങളും മൊത്തത്തിൽ അങ്ങ് ഡീമോട്ടിവേറ്റഡ് ആയി പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയൂ. അതെ അതെ, അങ്ങനെ തന്നെ. അതെ മാം. ഓക്കെ, അത് നമുക്ക് താഹിര മാമിനോട് എനിക്ക് തോന്നി കുറച്ചും കൂടി ഇനി വർക്ക് ചെയ്യാനുള്ളത് താഹിരയുടെ പോർഷൻസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ഇനിയും കുറച്ചും കൂടി കറണ്ട് അഫയേഴ്സും GK ഒക്കെ അത് തീർന്നു. ബാക്കി മറ്റേ റെനൈസാൻസ് ആ സാധനമൊക്കെ തീർന്നിട്ടുണ്ടോ? ഇല്ലില്ല, അത് കുറച്ചും കൂടെ ഉണ്ട്, ഇനിയുണ്ട് ബാക്കി. അത് ഇനി എത്ര മാം എന്തെങ്കിലും ഒരു പ്ലാൻ പറഞ്ഞായിരുന്നോ? ഇത്ര ദിവസത്തിൻ്റെ അകത്ത് തീരും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. ഇല്ല. ഓക്കെ, അത് നിങ്ങളും കൂടെ ഒരു ഡിസ്കസ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾക്ക് ഒരു ഐഡിയ വേണ്ടേ എങ്ങനെയാണത്. നിങ്ങൾ അതിനൊത്ത് പഠിച്ചു പോവുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണമല്ലോ ഇത് എന്നത്തേക്ക് നമ്മൾ ഫിനിഷ് ചെയ്യാൻ പറ്റും. പക്ഷേ കറണ്ട് അഫയേഴ്സ് അവസാനം പഠിക്കുന്നത് തന്നെ നല്ല, കാരണം നേരത്തെ പഠിച്ചു വെച്ചാലും മറന്നു പോകത്തില്ലേ. അപ്പം അത്
ഈ ഒരു സമയത്ത് പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഒരു പ്ലാൻ ഉണ്ടാക്കണം. നോക്കട്ടെ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എനിക്ക് പക്ഷേ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ് ഞാൻ, GK കറണ്ട് അഫയേഴ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അടുത്ത ഷെഡ്യൂൾ ഉണ്ടാക്കിയാലും അത് അത്രയ്ക്ക് ആപ്റ്റ് ആയിരിക്കത്തില്ല. ശ്രീജ അല്ലേ ഇതിനകത്ത് കുറച്ച് PSCക്കൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആള്? പക്ഷെ ഈ ശ്രീജ അല്ലാന്ന് തോന്നുന്നു. അല്ല, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് മാം, പക്ഷെ ഇപ്പൊ അത്ര ടച്ചില്ല. മറ്റേ ശ്രീജയാണ്. വേറെ ആരെങ്കിലും ഇതിനകത്ത് PSC എക്സാമിന് കുറച്ച് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തവരുണ്ടോ? സാഹിത്യം ഉണ്ടെന്ന് തോന്നുന്നു. സാഹിത്യ ഇടയ്ക്ക് ചെയ്തായിരുന്നു എന്ന് പറയുന്നത്. ഞാൻ UPSC പഠിക്കുന്ന സമയത്ത് ചെയ്തതായിരുന്നു. അപ്പോൾ ഒരു ഐഡിയ ഉണ്ടോ കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിൽ ഒരു ഷെഡ്യൂൾ ഒന്ന് ആക്കിയിട്ട് ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ? നോക്കാം ചെയ്യാം. അത് നമുക്ക് കോർഡിനേറ്റ് ചെയ്യണം. ഒരു ബുധനാഴ്ചക്കകത്തൊന്ന് ചെയ്യുന്ന രീതിയിൽ ആരെങ്കിലും അതൊന്ന് ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അത്. മാം, ലേറ്റസ്റ്റ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ കറണ്ട് അഫയേഴ്സ് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ആ ഒരു ട്രെൻഡ് തന്നെ ആയിരിക്കൂലേ നമുക്ക് ഫോളോ അതെ ചെയ്യാൻ? അതെ 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 എനിക്ക് ഇതിനകത്ത് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ് ഈ കറണ്ട് അഫയേഴ്സ് GK. അപ്പം എനിക്ക് അതിനകത്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് മനസ്സിലുണ്ടെങ്കിൽ പോലും ഞാൻ ചെയ്യുന്നത് ഭയങ്കര ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും. അതിനേക്കാളും ഇത് കുറച്ചും കൂടി ട്രാക്ക് ചെയ്യുന്ന ഒരാൾ ചെയ്യുന്നതായിരിക്കും. താഹിരോടൊന്ന് സംസാരിക്കട്ടെ. ഓൾസോ നിങ്ങളിൽ ഒരാളൊന്ന് വോളണ്ടിയർ ചെയ്തിട്ടൊരു ഷെഡ്യൂൾ ആക്കിയിട്ട് നമ്മൾ ഡെയിലി ക്ലാസ് പോലെ തന്നെ താഹിറ മാമും കൂടെ ഇരുന്ന് ചെയ്യുന്ന രീതിയിൽ തന്നെ അതൊന്ന് നമുക്ക് വർക്കൗട്ട് ചെയ്താൽ നന്നായിരിക്കും. അത് ഈവൻ 2-3 ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ദാറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. ആ ഒരു 3 ക്വസ്റ്റ്യനോട് കിട്ടിയാൽ നമ്മൾ ആ 5 ഉദ്ദേശിക്കുന്നത്. അപ്പം അതും കൂടെ നമുക്ക് വേണം. അപ്പോൾ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഞാൻ അത് താഹിറയോട് സംസാരിക്കാം. ബാക്കിയല്ല, നിങ്ങൾക്ക് 4-5 വർക്കും കൂടെ അല്ലേ ഉള്ളൂ. അത് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഡെൽറ്റ് വിത്തിൻ ദിസ് വീക്ക് ഇറ്റ് സെൽഫ് കേട്ടോ. ഞാനും കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാളെയും മറ്റന്നാളും ഒക്കെ ഞാൻ എടുക്കാൻ നോക്കാം. ടിൻറ്റനബിയും ഇതും കൂടെ കഴിയുമ്പം എൻ്റെ കഴിയുള്ളൂ. പിന്നെ നമുക്ക് മെത്തഡോളജിയിൽ ഒരു ചെറിയ ടോപ്പിക്കും കൂടെ എടുക്കാനുണ്ട്. അതോടുകൂടി എൻ്റെ പോർഷൻസ് വൈൻഡപ്പ് ചെയ്യും. ഞങ്ങളും എല്ലാവരും ഇപ്പം HSST-കാർക്ക് നോട്ട്സ് കൊടുക്കുന്ന, അവരെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ഇതിലോട്ട് മാറിയതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് ഫോക്കസ് കുറയുന്നത്. അവർക്ക് നോട്ട്സ് കൊടുക്കാനും അവർക്ക് ഒത്തിരി സ്ട്രെസ്ഫുള്ളാണ്. അതായത് ഒരു 1.5 months അവർ അത്രയും പോർഷൻസ് ഫിനിഷ് ചെയ്യണം, വിച്ച് ഇസ് ഹ്യൂമൻലി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അവരത് പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടികളാണ്. അപ്പം കുറച്ചൊരു എഫേർട്ട് അങ്ങോട്ടാണ് കൂടുതലുള്ളത്, വിച്ച് ഇസ് വൈ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ചെറിയൊരു പാസീവ്നെസ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പം പക്ഷെ നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. പറഞ്ഞു ശ്രീജ. മാം, മറ്റേ അറീന മാമിന്റെ നോട്ട്സ് കൂടെ ഒന്ന് അപ്ലോഡ് ഐറീനയുടെ നോട്ട്സ് കിട്ടിട്ടില്ല. യെസ്, അത് ഞാൻ ചെയ്യാം. ഐറീനയ്ക്കും കുറച്ച് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനുണ്ട്. യെസ്, അതും ചെയ്യാം. അത് ഞാൻ ഈ ഇന്ന് നാളെയായിട്ട് തന്നെ ചെയ്യാം. വേറെ ഒന്നും ചെയ്യാം. ബാക്കിയൊക്കെ ഏതാണ്ട് ഫിനിഷ്ഡ് അല്ലേ? ഇത്രയും വർക്ക്സും കറണ്ട് അഫയേഴ്സും പിന്നെ മറ്റേ താഹിറ മാം പഠിപ്പിക്കുന്നതും അത് കഴിയുമ്പോൾ കഴിഞ്ഞല്ലോ അല്ലേ? അതെ. ഓക്കെ, പിന്നെ ഞാൻ ഈ ടിൻറ്റനബിയുടെയും A Skylarkന്റെയും നമുക്ക് ഇന്നലത്തെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടല്ലല്ലോ എഴുതി. അപ്പോൾ അത് നമുക്ക് വേറൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം കണ്ടക്ട് ചെയ്യാം കേട്ടോ. അത് നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പം അതോടുകൂടി എല്ലാം ഏതാണ്ട് നമ്മൾ വി ആർ നിയറിങ് അവർ ഗോൾ എന്നുള്ളൊരു സാധനമുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് എനിക്ക് എത്ര പഠിപ്പിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി 9 മണിയായി. ഒരു 50 lines എങ്കിലും തീർത്താൽ ഇറ്റ് ബി ഗുഡ്. യെസ്, കാണാമോ? നിങ്ങളെ പഠിപ്പിക്കാതെ നോട്ട്സ് ആക്കിയത് കൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നിങ്ങൾക്ക് വായിച്ചാൽ വേഗം മനസ്സിലാവുന്ന അത്യാവശ്യം ക്രിസ്പായിട്ടുള്ള രീതിയിലായിരുന്നു ഞാൻ നോട്ട്സ് ആക്കിയത്. ഓക്കെ 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 ഷെല്ലി, നമ്മൾ നേരത്തെ റൊമാൻറ്റിക് പീരീഡ് എല്ലാം ഫുൾ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഷെല്ലിനെ കുറിച്ച് പറയുമ്പം റൊമാൻറ്റിക് ഏജ് ഒന്നും ഇനി പറയണ്ട. ഐ തിങ്ക് നിങ്ങൾക്ക് ആ ടൈം ലൈൻ ഓൾറെഡി മൈൻഡിലുണ്ട്. ആ സാധനം വേണം കേട്ടോ. ആ ടൈം ലൈനിൽ എവിടെയാണ് ഇവരൊക്കെ ഓരോ വർക്ക്സും എവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു ക്ലാരിറ്റി എപ്പോഴും വേണം. അപ്പം ഷെല്ലി ലേറ്റ് റൊമാൻറ്റിക്സിലാണ് ഉള്ളത്. ഹി ബിലോങ്സ് ടു ലേറ്റ് റൊമാൻറ്റിക്സ്. പിന്നെ അറിയാലോ, ഫ്രഞ്ച് റെവല്യൂഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഹോൾ പൊളിറ്റിക്കൽ സിനാരിയോ തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഷിഫ്റ്റഡ് ഇൻ ടു എ റെയിൻ ഓഫ് ടെറർ. അപ്പം അതിനകത്തൊരു ഡിസില്യൂഷൻമെൻറ്റ് അന്നത്തെ ഈ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം അതിലാണ് ഈ നമ്മുടെ വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, സദയൊക്കെ കൺസർവേറ്റീവ്സ് ആവുന്നതും. പിന്നീട് കുറച്ചും കൂടെ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ ഒരു സ്പിരിറ്റ് ഓഫ് റെവല്യൂഷനും റെഫർമേഷനും ഒക്കെ പിന്നീട് ലേറ്റ് റൊമാൻറ്റിക്സിലാണ് ആ ഒരു സാധനമൊക്കെ ഉള്ളത്. ഈ ഒരു റെവല്യൂഷണറി സ്പിരിറ്റും മറ്റവരൊക്കെ കുറച്ച് ഡിസല്യൂഷൻഡ് ആയിട്ട് അങ്ങ് മാറിപ്പോവുകയാണ് ചെയ്തത്, വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, ഷെല്ലിയൊക്കെ. പക്ഷേ ലേറ്റ് റൊമാൻറ്റിക്സ് എന്ന് പറയുമ്പം ഷെല്ലി, കീറ്റ്സ്, ബൈറൻ ഇവർ 3 പേരും
കുറച്ചും കൂടെ ആ ഒരു സ്പിരിറ്റ് ഓഫ് റെവല്യൂഷനും റിഫോമും ഒക്കെ അവരുടെ വർക്ക്സിൽ നമുക്ക് കുറച്ചും കൂടെ കാണാൻ പറ്റും, കാരണം കുറച്ചും കൂടെ ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ട്. പിന്നെ ഷെല്ലിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഹി വാസ് എ വെരി റാഡിക്കൽ യൂത്ത്. പുള്ളിയുടെ കുറേ ഐഡിയാസൊക്കെ തന്നെ ഭയങ്കര നല്ല രസമുള്ള സാധനങ്ങളാണ്. ഹി അഡ്വക്കേറ്റഡ് ഫ്രീ ലവ്, പിന്നെ എത്തീസം, പിന്നെ കമ്മ്യൂണിറ്റി ലിവിങ്, പിന്നെ വെജിറ്റേറിയനിസം, ഇതൊക്കെ അഡ്വക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഷെല്ലി. ആൻഡ് ഹി പ്രാക്ടീസ്ഡ് ഓൾ ദീസ് തിങ്സ് ഓൾസോ. ഹി മെയ്ഡ് എഫേർട്ട് ടു ബ്രിങ് ദീസ് തിങ്സ് ഇൻ ടു ദ സൊസൈറ്റി. അങ്ങനെയും ഒക്കെ ഷെല്ലി ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെ ഈ ഷെല്ലിയൻ ഹീറോ എന്ന് പറയുന്ന ഒരു സാധനം തന്നെയുണ്ട്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ വി യൂസ് ടു ടെൽ ഹീസ് എ കൈൻഡ് ഓഫ് എ ഷെല്ലിയൻ ഹീറോ, അതായത് ലീഡർ ഓഫ് പീപ്പിൾ ഹൂ ഫൈറ്റ് അഗെൻസ്റ്റ് ടിറനി, അവരെയാണ് ഷെല്ലിയൻ ഹീറോ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അത് നമ്മുടെ ഷെല്ലിയുടെ ഇതിനകത്താണ്. അതായത് സമ്മൺ ഹൂ വാണ്ട്സ് ടു ബ്രിങ് എ ചേഞ്ച്, അല്ലെങ്കിൽ എന്താണ് ഒരു ഹാർബിഞ്ചർ ഓഫ് എ ന്യൂ ഈറ ഇൻ തിങ്കിങ് ആൻഡ് ആക്ഷൻ. അങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ ഷെല്ലിയൻ ഹീറോ എന്ന് പറയുന്നത് തന്നെ. പിന്നെ ഷെല്ലിനെ കുറിച്ച് നമുക്ക് അല്ലെങ്കിൽ മോർ ടെൽ. പിന്നെ ഷെല്ലിയുടെ സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞാൽ മേരി ഷെല്ലിയുമായിട്ടാണ്, ഹു റോട്ട് ഫ്രാങ്കൻസ്റ്റൈൻ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ കണ്ടായിരുന്നു, ഷെല്ലിയുടെ സെക്കൻഡ് വൈഫിൻ്റെ വർക്ക് ഏതാണെന്നുള്ളത്. മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ ആണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ആക്ച്വലി ഷെല്ലി എലോപ്പ് ചെയ്യാണ് ചെയ്തത് മേരി ഷെല്ലിയുടെ കൂടെ. ദേ ബോത്ത് വെന്റ് ടു സ്വിറ്റ്സർലൻഡ്. അവിടെ വെച്ചാണ് ദേ മീറ്റ് ബൈറൻ. അപ്പോൾ ഈ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത് ഇവരുടെ ലിറ്റററി ലൈഫിലെ ഭയങ്കര പ്രൊഡക്റ്റീവായ ഒരു പ്ലേസും കൂടിയാണ്. പിന്നെ എന്താണ് ഷെല്ലിയെക്കുറിച്ച് പറയാനുള്ളത്? ഷെല്ലിയുടെ മാസ്ക് ഓഫ് അനാർക്കി എന്ന് പറയുന്ന വർക്ക്, ഇംഗ്ലണ്ട് ഇൻ 1819, ഇതിനകത്തൊക്കെ ഭയങ്കര ഒരു നമുക്ക് ആ പുള്ളിയുടെ ആ ഒരു റെവല്യൂഷണറി സ്പിരിറ്റ് ഭയങ്കരമായിട്ടും കാണാൻ പറ്റുന്ന വർക്ക്സാണ്. എല്ലാ വർക്ക്സിലും കാണാൻ പറ്റും, ബട്ട് ദെൻ ലിറ്റിൽ മോർ ഇൻ ദീസ് വർക്ക്സ്. പിന്നെ എന്താണ് ഷെല്ലിയുടെ ഒരു ഫിലോസോഫിക്കൽ ഐഡിയ എന്ന് പറയുന്ന ആ ഒരു പൊയറ്റിക് വൊക്കേഷനെ കുറിച്ചും പിന്നെ സിമ്പതറ്റിക് ഇമാജിനേഷനെ കുറിച്ചും ഒക്കെ ഉള്ള the philosophical idea of Shelley നമുക്ക് ഡിഫൻസ് ഓഫ് പോയ്സിയിലാണ് കാണാം. ഓൾ ദാറ്റ് ഐ ഹാവ് ഇൻക്ലൂഡഡ് ഇൻ ദ നോട്ട്സ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്നുള്ളൊരു ഇംപ്രഷനിലാണ് ഞാൻ വേഗം ഇത് പറയുന്നത്. നമുക്ക് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കാം. ഹി വാസ് ബോൺ ഇൻ 1792 ആൻഡ് ഹി ഡൈഡ് ഇൻ 1822. ഇയേഴ്സ് ഒന്നും അങ്ങനെ ചോദിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് നോട്ട് വർത്ത് റിമെമ്പറിങ് ദീസ് ഇയേഴ്സ്. പക്ഷേ കണക്ട് ചെയ്ത് വെച്ചേക്കണം, ഇന്ന ആൾ മരിച്ചപ്പോഴാണ് ഇന്ന ആൾ ജനിച്ചത്, അല്ലെങ്കിൽ ഈ ഇയറിന് ഈ പ്രത്യേകത ഉണ്ടായിരുന്നു. ഇപ്പം 1819 എന്ന് പറയുന്നത് ഷെല്ലിയുടെ ലൈഫിലെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഇയറാണ്. കാരണം ആ ഇയറിലാണ് പുള്ളി ഓൾമോസ്റ്റ് എല്ലാ ഒരു ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് വർക്ക്സ് 1819 ഷെല്ലിയുടേത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ റൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ചില ഇയേഴ്സ്, പിന്നെ ഏത് പീരീഡിലാണ് ബിലോങ് ചെയ്തത്, ആ ഏജിൻ്റെ പ്രത്യേകത, ഇങ്ങനെയൊക്കെയുള്ള ഓർത്ത് വയ്ക്കുന്നതിനപ്പുറം ഈ മരിച്ച ഇയർ, ജനിച്ച ഇയർ, ഇതൊക്കെ എത്രത്തോളം ഓർത്ത് വയ്ക്കും. ചിലർക്ക് ദേ ഹാവ് ദ സ്കിൽ ടു റിമെമ്പർ, അങ്ങനെയുള്ളവർ ഓർത്ത് വെച്ചോളൂ. ബട്ട് അതിനെ കഷ്ടപ്പെട്ട് ഇത് ഓർക്കാൻ വേണ്ടി ഒരു എഫേർട്ട്, ഐ ഡോണ്ട് തിങ്ക് ആ ഒരു എഫേർട്ട് ഇസ് വർത്ത് ഇറ്റ്. കാരണം എന്തായാലും ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്കത് ഓർക്കാനേ പറ്റത്തില്ല. ഇങ്ങനെ ഇയേഴ്സ് റാൻഡമായിട്ട് ഓർത്ത് വയ്ക്കാനുള്ള സ്കിൽ എനിക്ക് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഐ ജസ്റ്റ് സ്കിപ്പ് ദാറ്റ് എഫേർട്ട്. അത് ഞാൻ എടുക്കാറേ ഇല്ല. ഞാൻ ആകെ ചെയ്യുന്നത് കണക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ഈ ഇയറിൽ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരേ ടൈം പീരീഡിൽ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ എന്താണെന്നൊക്കെ ഉള്ളതൊന്ന് ഇത് ചെയ്ത് വെക്കുക എന്നല്ലാതെ ഇഫ് യു ട്രൈ ടു റാൻഡംലി റിമെമ്പർ ദീസ് ഇയേഴ്സ്, അത് ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇറ്റ് ഇസ് പ്രാക്ടിക്കൽ കേട്ടോ. അപ്പം അതുകൊണ്ട് കുറേ പേരെങ്കിൽ മെസ്സേജ് ചെയ്തായിരുന്നു ഇയേഴ്സ് ഒന്നും ഓർത്ത് വയ്ക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഡോണ്ട് ടേക്ക് ദറ്റ് എഫേർട്ട്. അത് ഓർക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് വിട്ട് കളയുന്നതാണ് നല്ലത് കേട്ടോ. അങ്ങനെ ഇയർ ഒന്നും ചോദിക്കുന്നൊരു കാലഘട്ടം അല്ല ഇപ്പം. പണ്ടൊക്കെ നെറ്റ് എക്സാമിനൊക്കെ കുറേ ഹിസ്റ്ററിയിൽ നിന്ന് ഇങ്ങനത്തെ റാൻഡം ഫാക്ട്സ് ഒക്കെ എടുത്ത് ചോദിക്കുന്നത്. ബട്ട് ദെൻ നൗ ഇപ്പം ആരും അങ്ങനെ ഒന്നും ചോദിക്കാറില്ല. ബേസിക്കലി നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഹൗ മച്ച് യു നോ ദ ഏജ്, ഹൗ മച്ച് യു നോ ദ പോയിറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്യുക. അപ്പം പിന്നെ ഫാക്ച്വലായിട്ട് ചോദിക്കുന്നതൊക്കെ വർക്ക്സിൻ്റെ പേരും അതിൻ്റെ ക്യാരക്ടേഴ്സും, ഹൗ ഫെമിലിയർ യു ആർ വിത്ത് ദ വർക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. സോ ഡോണ്ട് ബോദർ ടു റിമെമ്പർ ദീസ് ഇയേഴ്സ്. എന്നാലും ഷെല്ലി വാസ് ബോൺ ഇൻ 1792 ആൻഡ് ഹി ഡൈഡ് ഇൻ 1822. പക്ഷേ കുറേ ഇങ്ങനെ നമ്മളത് വായിച്ച് വരുമ്പം സം ഇയേഴ്സ് വി ഓട്ടോമാറ്റിക്കലി റിമെമ്പർ. ഇപ്പം ലിറിക്കൽ ബാലൻസിൻ്റെ ഇയർ നമുക്കറിയാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഓർക്കാൻ പറ്റും കേട്ടോ. അപ്പം ജസ്റ്റ് ഡോണ്ട് പുട്ട് ഇൻ എക്സ്ട്രാ എഫേർട്ട് ടു റിമെമ്പർ ദീസ് ഇയേഴ്സ്. അതാണ് എൻ്റെ പോയിന്റ് കേട്ടോ. ഓക്കെ. Now, Shelley was born in 1792 at Broadbridge Heath near Horsham in West Sussex, England. Basically, he was born in England, that's it. പിന്നെ he was one of the major English romantic poets. അതും later romanticsലാണ്. He belonged to the later romantics. And he was a radical in his poetry as well as in his political and social views. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഭയങ്കര കിടിലം റെവല്യൂഷണറി ഫിലോസോഫിക്കൽ ഐഡിയാസ് ഒക്കെ ഉള്ള ഒരാളായിരുന്നു ഷെല്ലി എന്ന് പറയുന്നത്. അത് നമ്മുടെ വെസ്റ്റ് വിൻഡ് വായിച്ചാലും ഈവൻ സ്കൈലാർക്ക് വായിച്ചാലും ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്.
And he was his second wife Mary Shelley is the author of Frankenstein, and he was best known for classic poems such as Ozymandias, Ode to Westwind, To A Skylark, Music, പിന്നെ When Soft Voices Die, ക്ലൗഡ് ഒക്കെ ഒരു ബാലഡ് കൈൻഡ് ഓഫ് പോയമാണ് കേട്ടോ. പിന്നെ മാസ്ക് ഓഫ് അനാർക്കി, ഈ മാസ്ക് ഓഫ് അനാർക്കിയിലൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ഒരു റെവല്യൂഷണറി സ്പിരിറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന വർക്കാണ് അതൊക്കെ കേട്ടോ. ആൻഡ് വെൻ യു ഗെറ്റ് സം ഫ്രീ ടൈം ചുമ്മാ വായിച്ചു നോക്കും. ഇപ്പം അതിനൊന്നും മുതിരണ്ട, ജസ്റ്റ് നോ ദാറ്റ് ദീസ് വർക്ക്സ് ബിലോങ് ടു ഷെല്ലി. ഓക്കെ, ഇനി പുള്ളിയുടെ വേർഡ്സ് ഡ്രാമ ആണ് ചെഞ്ചി, അത് ഓർത്തിരിക്കണം കേട്ടോ. അതേപോലെ നമ്മുടെ വേർഡ്സ് വർത്തിൻ്റെ ഡ്രാമ ഏതാണ്? ബോർഡറേഴ്സ് ആണ്. പിന്നെ ഓതോ ദ ഗ്രേറ്റ് എഴുതിയത് ആരാണ്? ഞാൻ ഓൺലൈൻ അല്ലേ? കീറ്റ്സ് ആണ്. യെസ്, ഇങ്ങനെ കീറ്റ്സ് ആണ്. അപ്പം അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യമൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. ചെഞ്ചി വാസ് റിട്ടൺ ബൈ ഷെല്ലി. ഓക്കെ, അതേപോലെ ബോർഡറേഴ്സ് വേർഡ്സ് വർത്തിൻ്റെ ആണ്. ഇങ്ങനത്തെ ഇവരുടെ ഒക്കെ ഡ്രാമയുടെ പേരൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഇഫ് യു ആർ എയിമിങ് ഫോർ നെറ്റിനൊക്കെ ഇത് എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ്. അതായത് ഈ പ്ലേസ് എല്ലാം ഒരു സൈഡിൽ തരും, റൊമാൻറ്റിക് പോയിറ്റ്സിനെല്ലാം വേറൊരു സൈഡിൽ തരും മാച്ച് ചെയ്യാനും അങ്ങനത്തെ, പിന്നെ സീറ്ററ്റിനും ഒക്കെ. ഇനി അതർ വർക്ക്സ് എന്ന് പറയുന്നത് അലാസ്റ്റർ, റിവോൾട്ട് ഓഫ് ഇസ്ലാം, അഡോനൈസ്, പ്രോമിത്യൂസ് അൺബൗണ്ട്. പ്രോമിത്യൂസ് അൺബൗണ്ട് പുള്ളിയുടെ ഭയങ്കര ഒരു മാസ്റ്റർ പീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന വർക്കാണ്. പിന്നെ ഹെല്ലാസ് എ ലിറിക്കൽ ഡ്രാമ. ആൻഡ് പുള്ളിയുടെ ഫൈനൽ അൺഫിനിഷ്ഡ് വർക്ക് എന്ന് പറയുന്നത് ദ ട്രയംഫ് ഓഫ് ലൈഫ് ഇൻ 1822, വിച്ച് ഇസ് ദ ഇയർ ഇൻ വിച്ച് ഹി പാസ്ഡ് അവേ. ഇനി പുള്ളിയുടെ നെസസിറ്റി ഓഫ് എത്തീസം വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1811, അതൊരു പാംഫ്ലെറ്റ് ആയിട്ടാണ് പബ്ലിഷ് ചെയ്തത്. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ പാംഫ്ലെറ്റ് പുള്ളീനെ എന്താണ് കോളേജിൽ നിന്ന് ഡിസ്പെല്ലൊക്കെ ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, വിച്ച് വാസ് സിവിൽ റീഡ് ത്രൂ. Shelley anonymously published a pamphlet called The Necessity of Atheism, which was brought to the attention of the university administration, and he was called to appear before the college's fellows, including the dean, and his refusal to repudiate the authorship of the pamphlet resulted in his expulsion from Oxford in 1811. 1811 പുള്ളിയെ കോളേജിൽ നിന്ന് എക്സ്പെൽ ചെയ്യുന്നത് ഈ ഒരു ഇതിൻ്റെ പേരിലാണ്, ഈ നെസസിറ്റി ഓഫ് എത്തിയസത്തിൻ്റെ പേരിലാണ്. ആൻഡ് ഷെല്ലി ഡ്രൗണ്ട് ഇൻ എ സഡൻ സ്റ്റോം ഓൺ ദ ഗൾഫ് ഓഫ് സ്പെസിയ. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ് ഓർത്തിരിക്കേണ്ടത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുള്ളിയുടെ കുറേ ഫിലോസോഫിക്കൽ ഐഡിയാസ്. അപ്പം ഈ വെജിറ്റേറിയനിസം ഒക്കെ വിൻഡിക്കേഷൻ ഓഫ് നാച്ചുറൽ ഡയറ്റ് എന്ന് പറയുന്ന ഒരു എസ്സേ പുള്ളി എഴുതിയിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ഒരുവിധം എന്താണ് ഒരു പൊയറ്റിക് വൊക്കേഷനെ കുറിച്ചുള്ള ഐഡിയാസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ ഡിഫെൻസ് ഓഫ് പോയിട്രിയിലാണ്, which was written in response to his friend Thomas Love Peacock's article 4 Ages of Poetry. അതിൻ്റെ ഒരു റെസ്പോൺസ് ആയിട്ടാണ് പുള്ളി ഡിഫെൻസ് ഓഫ് പോയിട്രി എഴുതുന്നത്. അതിനകത്താണ് ഈ സിമ്പത്തറ്റിക് ഇമാജിനേഷനെ കുറിച്ചും പോയിറ്റിക് വാട്ട് ഈസ് എക്സാക്ട്ലി പോയിറ്റിക് വൊക്കേഷൻ മീൻ ടു ഷെല്ലി എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ എഴുതിയിട്ടുള്ളത് ഈ ഡിഫെൻസ് ഓഫ് പോയിട്രിയിലാണ്. ഇറ്റ് വാസ് റിട്ടൺ ഇൻ റെസ്പോൺസ് ടു 4 Ages of Poetry ബൈ പീകോക്ക്. യെസ്, ഈ ഡിഫെൻസ് ഓഫ് പോയട്രി തന്നെയാണോ ഡിഫെൻസ് ഓഫ് പോയസി? ആണ്. ഓക്കെ. പിന്നെ അഡനൈസിന്റെ ഫുൾ ടൈറ്റിൽ ഇങ്ങനെയാണ്: അഡനൈസ് an elegy on the death of John Keats, author of Endymion, Hyperion, etc. അതാണ് അഡനൈസ്. ജനറലി അഡനൈസ് എന്ന് പറയുന്ന സാധനം അതാണ്. നമ്മൾ ഇമ്മോർട്ടാലിറ്റി ഓടെന്ന് പറയുന്ന പോലെ അഡനൈസ് എന്ന് പറയുന്നത് ഇതാണ്. അഡനൈസിന്റെ ഫുൾ ടൈറ്റിൽ ഇതാണ്. ഇതൊന്നും ചോദിച്ചില്ലെങ്കിലും അഡനൈസ് ഷെല്ലിയുടെ ആണെന്ന് ഓർക്കണം. അത് കീറ്റ്സിൻ്റെ ഡെത്തിനുമായിട്ട് അനുബന്ധിച്ച് എഴുതിയതാണെന്ന് ഓർക്കണം. പിന്നെ ഇത് ഭയങ്കര ഫേമസ് ലൈനാണ് ഇതൊക്കെ. ദ വൺ റിമെയിൻസ്, ദ മെനി ചേഞ്ച് ആൻഡ് പാസ്, ഹെവൻസ് ലൈറ്റ് ഫോർ എവർ ഷൈൻസ്, എർത്ത്സ് ഷാഡോസ് ഫ്ലൈ. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കോട്ടാണ് അഡനൈസ് എന്നുള്ളത് കേട്ടോ. ദീസ് തിങ്സ് നമ്മൾ ആസ് ലിറ്ററേച്ചർ സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ടതാണ്, എക്സാം ഉണ്ടെങ്കിലും എക്സാം ഇല്ലെങ്കിലും. ഓക്കെ, പിന്നെ ആർണൾഡിൻ്റെ ഷെല്ലിയെക്കുറിച്ചുള്ള ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്: എ ബ്യൂട്ടിഫുൾ ആൻഡ് ഇൻഎഫക്ച്വൽ ഏഞ്ചൽ beating in the void his luminous wings in vain. ആർണൾഡിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ശരിക്കും അത് സത്യമാണ് ഷെല്ലിയുടെ കാര്യത്തിൽ. ഷെല്ലി ഹാഡ് ലോഡ് ഓഫ് ഐഡിയാസ്, ഭയങ്കര റെവല്യൂഷണറി സ്പിരിറ്റ് ആയിരുന്നു. പക്ഷേ സംഭവം ഒന്നും അങ്ങോട്ട് എഫക്റ്റീവ് ആയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. Now, ഇനി സ്കൈലാർക്കിനെ കുറിച്ചാണ്. സ്കൈലാർക്ക് വാസ് പബ്ലിഷ്ഡ് ഇൻ 1820 along with Prometheus Unbound. ഇതിൻ്റെ ഒന്നിച്ചാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഈ സ്കൈലാർക്ക് എന്ന് പറയുന്ന ഓഡ് സ്കൈലാർക്കിനാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഇറ്റ് അഡ്രസ്സസ് സ്കൈലാർക്ക് ആൻഡ് സ്കൈലാർക്കിനെ ഹി സീസ് സ്കൈലാർക്ക് ആസ് എ സിമ്പിൾ ഓഫ് പോയിറ്റിക് ഇൻസ്പിറേഷൻ. പിന്നെ it's a work which reflects on the time and society in which Shelley lived.
പിന്നെ ശരി ഭയങ്കര എന്താണ് ഈ സ്കൈലാർക്കിനെ കുറിച്ച് ഇങ്ങനെ നമ്മുടെ വെസ്റ്റ് ഇന്ത്യനകത്ത് നമുക്കത് കാണാൻ പറ്റും. അതായത് ഈ ഒരു സാധനത്തിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് വി ഫീൽ ദാറ്റ് സ്കൈലാർക്ക് ഇസ് നോട്ട് ജസ്റ്റ് എ സ്കൈലാർക്ക്. വെസ്റ്റ് വിൻഡും അതേപോലെ തന്നെ വെസ്റ്റ് വിൻഡിനെ കുറിച്ചാണ് ഒരു ഓവർ ഡിസ്ക്രൈബ് ചെയ്ത് അവസാനം അതിനെ വേറൊരു ലെവലിലേക്ക് എത്തിക്കുന്നത്. ദാറ്റ്സ് വെരി പെർട്ടിക്കുലർ ടു ഷെല്ലിയുടെ ഒരു സ്റ്റൈലാണ് അതിങ്ങനെ. അത് നമ്മൾ ആ പോം വായിക്കുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ അതിനെ എത്രത്തോളം ഡിസ്ക്രൈബ് ചെയ്യാമോ അത്രത്തോളം ഷെല്ലി ഡിസ്ക്രൈബ് ചെയ്ത് ഫൈനലി വി ഫീൽ ദാറ്റ് ഓക്കെ ദിസ് സ്കൈലാർക്ക് ഇസ് നോട്ട് ജസ്റ്റ് എ സ്കൈലാർക്ക്, ഇറ്റ്സ് സംതിങ് എൽസ് എന്ന് പറയുന്ന ഒരു സാധനത്തിലോട്ട് ഷെല്ലി കൊണ്ടുവരും എന്നുള്ളതാണ് ഷെല്ലിയുടെ ഒരു പ്രത്യേകത. പിന്നെ എന്താണ് ഈ സ്കൈലാർക്ക് അല്ലെങ്കിൽ സ്കൈലാർക്കിൻ്റെ സോങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ മെറ്റഫോർ ടു ഹിസ് വിഷൻ ഓൺ ഫ്യൂച്ചർ. പിന്നെ അതിൻ്റെ റൈം സ്കീം അത് നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1820 വിത്ത് പ്രോമിത്യൂസ് അൺബൗണ്ട്. അപ്പം ടു എ സ്കൈലാർക്ക് ഇറ്റ്സ് എ ലിറിക്, എ പോം വിച്ച് ഇസ് ബോത്ത് മ്യൂസിക്കൽ ആൻഡ് എക്സ്പ്രസീവ് ഇൻ ഒറിജിൻ. ലിറിക് എന്താണെന്നും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇറ്റ്സ് എ പോം which is both musical and expressive in origin, and it focuses on the poet's emotional response to the world outside the self and his relationship to that world. Clear അല്ലേ? അതൊക്കെ ലിറിക് എന്താണെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സ്കൈലാർക്ക് ടിപ്പിക്കൽ ലിറിക്കാണ്. പിന്നെ 21 5-line സ്റ്റാൻസാസ് ആണ് സ്കൈലാർക്കിനകത്തുള്ളത്. 105 ലൈൻസ് ആണ് മൊത്തം. 21 5-line സ്റ്റാൻസാസ്. ക്വിൻറ്റൈൻസ് ആണ് ആക്ച്വലി അത്. അതായത് 5 ലൈൻസ് ആയിട്ട് ആദ്യത്തെ 4 ലൈൻസ് ഷോർട്ടായിരിക്കും, 5ാമത്തെ ലൈൻ വലുതായിരിക്കും. പിന്നെ അതിൻ്റെ ഇറ്റ് വാസ് ഇൻസ്പയർഡ് ബൈ ആൻ ഈവനിങ് വാക്ക് ഇൻ ദ കൺട്രി നിയർ ലിവോണോ, ഇറ്റലി, വിത്ത് ഹിസ് വൈഫ് മേരി ഷെല്ലിയുടെ കൂടെ ഇറ്റലിയിൽ ഒരു ഈവനിങ് വാക്കിൽ നടക്കുമ്പോഴാണ്. അതിനെക്കുറിച്ച് മേരി ഷെല്ലി ഒരു സാധനം എഴുതിയിട്ടുമുണ്ട്, ഈ സ്കൈലാർക്ക് എപ്പോഴാണ് എഴുതിയതെന്നുള്ളത്. ഇതേ സാധനം തന്നെയാണ് ഷെല്ലി കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുണ്ടത്. ആ ഒരു ദ ഇൻസ്പിറേഷൻ ഫോർ റൈറ്റിംഗ് സ്കൈലാർക്ക് എന്നുള്ളൊരു സാധനം. ഇനി സ്കൈലാർക്കിൻ്റെ റൈം എന്ന് പറയുന്നത് ആദ്യത്തെ 4 ലൈൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ ട്രോക്കേക് ട്രൈമീറ്റർ. ട്രോക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ്ഡ് അൺസ്ട്രെസ്ഡ്, എന്നിട്ട് ട്രൈമീറ്റർ. അപ്പം ട്രോക്കേക് ട്രൈമീറ്റർ ആണ് ആദ്യത്തെ 4 ലൈൻസ്. ദ 5th വൺ ഇസ് ഇൻ അയാംബിക് ഹെക്സാമീറ്റർ. അയാംബിക് ഹെക്സാമീറ്റർ എന്ന് പറഞ്ഞാൽ അയാംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺസ്ട്രെസ്ഡ്, സ്ട്രെസ്ഡ്. അപ്പം 5ാമത്തെ ലൈൻ അങ്ങനെയാണ്, അയാംബിക് ഹെക്സാമീറ്ററിലാണ്. ഫസ്റ്റ് 4 ലൈൻസ് ഇൻ ട്രോക്കേക് ട്രൈമീറ്റർ. ഇതൊക്കെ ചോദിക്കും കേട്ടോ. എനിക്കും ഈ മീറ്റർ പ്രോസഡി ഒന്നും അങ്ങനെ ഡസ് നോട്ട് മേക്ക് സെൻസ് ടു മീ, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് 4 ലൈൻസ് ആർ മീറ്റേർഡ് ഇൻ ട്രോക്കേക് ട്രൈമീറ്റർ. പ്രസന്ന അപ്പോൾ ഫസ്റ്റ് 4 ലൈൻസ് ട്രോക്കേക് ട്രൈമീറ്ററിലാണ്. 5ാമത്തെ ലൈൻ ഇസ് ഇൻ അയാംബിക് ഹെക്സാമീറ്റർ. മറന്നു പോരുന്നു കേട്ടോ. ദീസ് തിങ്സ് ക്യാൻ ബി ആസ്ഡ് കേട്ടോ, ബിക്കോസ് നിങ്ങൾക്ക് സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്ത വർക്കാണ്. എക്സ്ക്യൂസ് മീ, ആ 5th ലൈനിലാണോ അതിലല്ലേ നമ്മൾ അലക്സാൻഡ്രിയൻ എന്ന് പറയുന്നത്? അത് ക്വസ്റ്റ്യൻ അതുണ്ടായിരുന്നല്ലേ. ഈ അയാംബിക് ഹെക്സാമീറ്ററിലാണ് അലക്സാൻഡ്രിയൻ എന്ന് പറയുന്നത്. യെസ്. അപ്പം എന്നോട് അതേപോലെ ശ്രീജ ഒരു കാര്യം പറഞ്ഞു, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അതായത് ആള് മോർ ദാൻ ആ മാർക്കിനേക്കാളും ഹൗ ഷീ പെർസീവ്സ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഷീ സീസ് ഇറ്റ് ആസ് എൻ അനദർ മെറ്റീരിയൽ. അത് നന്നായിട്ട് അത് അത്യാവശ്യം വർക്ക് ചെയ്തിടുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഞങ്ങളെല്ലാവരും അത് നല്ലോണം എഫേർട്ട് ഇട്ട് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അത് നിങ്ങൾ നിർബന്ധമായിട്ടും ഒരുപാട് പേര് എക്സാം എഴുതുന്നില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ആ എക്സാം എഴുതാതെ വരുമ്പോൾ ഭയങ്കര ഡിസാർട്ടൻഡ് ആയി പോകുന്നത്. അതുകൊണ്ടാണ്, കാരണം അത്രയും എഫേർട്ട് ഇടുന്നത് ഈ വേറെ പുറത്തുനിന്ന് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് അത്രയും എഫേർട്ട് ഇടുന്നത്. അപ്പം വെൻ യു ഡോണ്ട് റൈറ്റ് ദോസ് എക്സാംസ് അത് ഭയങ്കര ഡിസാർട്ടനിങ് ആണ്. ഞാൻ എല്ലാവരോടും പേഴ്സണലി പറഞ്ഞിട്ടുള്ളതാണ്, മാർക്ക് എത്ര ആയിക്കോട്ടെ, ബട്ട് ജസ്റ്റ് റൈറ്റ് ദ എക്സാം ആൻഡ് സീ ഹൗ മച്ച് യു ക്യാൻ സ്കോർ. പിന്നെ അതൊന്ന് കഴിഞ്ഞിട്ട് ആൻസർ കീ വന്നിട്ട് ആ ആൻസർ കീ ഒന്ന് വായിച്ച് നോക്കണം. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ വെരി ഗുഡ് മെറ്റീരിയൽ. അത് എല്ലാവരും നല്ലോണം എഫേർട്ട് ഇട്ട് ചെയ്യുന്നൊരു സാധനമാണ്. ലൈക്ക് എവ്രി വൺ, ഞങ്ങൾ 4 പേരും നല്ല എഫേർട്ട് ഇട്ട് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ മിസ് ചെയ്ത് കളയരുത് കേട്ടോ. ദാറ്റ് ഓൾസോ ഐ വാണ്ടഡ് ടു ടെൽ യു. ഓക്കെ, അപ്പം 5th ലൈൻ ഇസ് ഇൻ അയാംബിക് ഹെക്സാമീറ്റർ. റൈം സ്കീം എന്ന് പറഞ്ഞാൽ ABA BB. അത് ഇപ്പോൾ പോം കാണുമ്പം മനസ്സിലാവും. ഓക്കെ, പോം വരട്ടെ. ദ റൈം സ്കീം ഓഫ് ഈച്ച് സ്റ്റാൻസ ഇസ് ABA BB. ആൻഡ് തോമസ് ഹാർഡി ഈ ഷെല്ലിയുടെ സ്കൈലാർക്കിനെ ഇൻസ്പയർഡ് ആയിട്ടാണോ ഹി ഹാസ് റിട്ടൺ ഷെല്ലി സ്കൈലാർക്ക്. പിന്നെ സ്കൈലാർക്ക് ഇസ് എ സിമ്പിൾ ഓഫ് ദ ജോയസ് സ്പിരിറ്റ് ഓഫ് ദ ഡിവൈൻ. അത് നമുക്കിപ്പോൾ പോം വായിക്കുമ്പോൾ വിൽ ഗെറ്റ് ഇറ്റ്. അപ്പം ഷെല്ലി സ്കൈലാർക്ക് എഴുതിയത് തോമസ് ഹാർഡിയാണ്. അത് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അത് ഏത് വർക്കാണെങ്കിലും ആ വർക്കിനെ ചുറ്റിപ്പറ്റി വേറെ വർക്ക്സ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് ടൈറ്റിൽസ് ബോറോ ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഇനി നമുക്ക് പോം നോക്കാം. ഒരു 50 ലൈൻസെങ്കിലും ഇന്ന് തീർന്നാൽ നാളെ ഞാൻ 50 ലൈൻസും കൂടെ എടുക്കാം. അതർവൈസ് മേ ബി ഞാൻ റെക്കോർഡിംഗ് ആയിട്ട് ഇടാം. എനിക്ക് അറിഞ്ഞൂടെ നാളെ മഞ്ജു ക്ലാസ് എടുക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഐ ടേക്ക് കേട്ടോ.
ടിൻഡാണബി കുറച്ചും കൂടെ ഉണ്ട്, ലൈക്ക് വിൽ ഹാവ് ടു ടേക്ക് 3 classes ഓർ സംതിങ്. അത് നമുക്ക് ആൻഡ് ദെൻ ഫിനിഷ് ആവുമല്ലോ. ഓക്കെ, അപ്പം ലൈൻ 1 to 5. Hail to thee, blithe spirit, word thou never wert, that from heaven or near it pourest thy full heart in profuse strains of unpremeditated art. ഇത് നമ്മൾ വിൻഡോവർ പോലത്തെ പോമാണ് കേട്ടോ. ഭയങ്കര നമുക്ക് ആ സ്കൈലാർക്കിൻ്റെ ഫ്ലൈറ്റ് ഇങ്ങനെ നമുക്ക് ആ പോം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുമ്പം ഫീൽ ചെയ്യും. ആ ലൈക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ക്ലാസ് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ മാത്രം എടുത്ത് വായിച്ചു നോക്കണം വിത്തൗട്ട് ദീസ് എക്സ്പ്ലനേഷൻസ്. ഭയങ്കര വിൻഡോവർ പോലത്തെ പോമാണ്. അതായത് ഇങ്ങനെ ആ ലൈക്ക് ഹൗ ദ ബേർഡ് ഫ്ലൈസ് അപ്പ് ഇൻ ദ സ്കൈ അതേ രീതിയിൽ മൂവ് ചെയ്യും എന്നുള്ളതാണ് ഈ പോമിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. സോ അപ്പം ഇവിടെ എന്താണ് ഒരു അപ്പോസ്ട്രഫിയിലാണ് പോം തുടങ്ങുന്നത് തന്നെ. Shelley calls out to Skylark in praise, hailing it. Hail to thee, blithe spirit. അവിടെ നിന്ന് തന്നെ we understand that Skylark ഒരു സിമ്പിൾ സാധനമല്ല. He hails to the bird. And the speaker then claims that the Skylark was never merely a bird, as its spectacular song originates from the far divine reaches of the sky. ഭയങ്കര വിഷ്വൽ ഇതും കിട്ടുന്ന പോമാണ്. നമ്മൾ ഈ പോം മാത്രം എലോൺ ആയിട്ടിരുന്ന് വായിക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ആ ഒരു വയലറ്റ് സ്കൈയിൽ ഇങ്ങനെ ബേർഡ് ഫ്ലൈ ചെയ്യുന്നതും ആൻഡ് ഹൗ ദ പോയിറ്റ് സീസ് ദ ബേർഡ് ഇതെല്ലാം ഫീൽ ചെയ്യാൻ പറ്റും. Okay, hail to thee, blithe spirit, bird thou never wert, that from heaven or near it. You are not just a bird. That from heaven or near it pourest thy full heart in profuse strains of unpremeditated art. അപ്പം ആലോചിച്ച് വെച്ചിട്ടൊന്നുമില്ല, ഇറ്റ്സ് വെരി സ്പോണ്ടേനിയസ് ആയിട്ട് ഭയങ്കര ഡിവൈൻ മ്യൂസിക് ആണ് യു പോർ ഫ്രം യുവർ ഹാർട്ട്. സോ അതിനകത്തുള്ള ലാംഗ്വേജ് ചോയ്സസ് ഭയങ്കര ഇറ്റ് ഷോസ് ദാറ്റ് നേച്ചർ ഹാസ് ദാറ്റ് സ്പിരിച്വൽ പവർ. നോക്കൂ, എന്താണ് unpremeditated art, blithe spirit, ഇതെല്ലാം all this shows that എന്താണ് നേച്ചറിനെ ഷെല്ലി സീസ് നേച്ചർ in a very spiritual fashion. Yeah. Higher still and higher from the earth thou springest like a cloud of fire. The blue deep thou wingest, and singing still dost soar, and soaring ever singest. അപ്പം ഇവിടെ വീണ്ടും the poet is addressing the flight of the bird. അപ്പം ഇവിടെ പറയാണ് എന്താണ് higher still and higher from the earth thou springest like a cloud of fire. അപ്പം നീ ഇങ്ങനെ earth നിന്ന് you spring like a cloud of fire, higher and higher. ആൻഡ് എനിക്ക് എപ്പോഴും ഈ പോം എല്ലാം ഗ്രീഷ്യനോടാണെങ്കിലും റൊമാൻറ്റിക് പോംസ് എല്ലാം പ്രത്യേകിച്ചും വെൻ വി ട്രൈ ടു എക്സ്പ്ലെയിൻ ദ പോം, ശരിക്കും എക്സ്പ്ലെയിൻ ഒന്നും ചെയ്തില്ല, യു ജസ്റ്റ് റീഡ് ദ പോം, ഈവൻ ദെൻ ഓൾസോ യു ഗെറ്റ്, അപ്പോഴാണ് ശരിക്കും കൂടുതൽ അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഹിയർ ദ പോയിറ്റ് ഡിസ്ക്രൈബ്സ് എ സ്കൈലാർക്ക് soaring into the sky, singing all the while, higher still and higher from the earth thou springest like a cloud of fire. നോക്കൂ, ദ മെറ്റഫർ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കൂ, ഒരു ക്ലൗഡ് ഓഫ് ഫയർ ആയിട്ടാണ് എന്താണ് സ്കൈലാർക്ക് ബേർഡിനെ കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി സ്കൈലാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞൊരു ബേർഡാണ് കേട്ടോ. ആൻഡ് സ്പീക്കർ കമ്പയർസ് ദ ബേർഡ്സ് എമർജൻസ് ഫ്രം ദ എർത്ത് ടു എ ക്ലൗഡ് ഓഫ് ഫയർ. ദിസ് സിമിലി എംഫസൈസസ് ദ ബേർഡ്സ് ഇന്നേറ്റ് പവർ. അപ്പം ഇങ്ങനെ ബേർഡിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് അവസാനം നമുക്ക് തോന്നും ഓക്കെ ദി സ്കൈലാർക്ക് ഇസ് നോട്ട് ജസ്റ്റ് എ ബേർഡ്, ഇറ്റ്സ് സംതിങ് എൽസ് നമുക്ക് ഫൈനലി തോന്നും. Okay, now we see the skylark transcending the earth, the world of human beings, so that it can traverse the sky, which is associated with divinity. അപ്പം earth in it springs up high and high, and it finally reaches sky എപ്പോഴും നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് ഡിവിനിറ്റിയുമായിട്ടാണ് അല്ലേ. നമ്മളെപ്പോഴും ദൈവം എന്ന് പറയുന്നത് തന്നെ നമ്മളിങ്ങനെ മുകളിലോട്ട് നോക്കിയിട്ടാണ്. അപ്പം ദൈവം ഈസ് സം വൺ ഹൂ ഇസ് സിറ്റിംഗ് ഇൻ ദ സ്കൈ വെരി കംഫർട്ടബിളി, അതാണ് നമ്മുടെ ഒരു ഐഡിയ. അപ്പം സ്കൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇൻഫിനിറ്റ്നെസ് അല്ലെങ്കിൽ ഡിവിനിറ്റി ഇതൊക്കെയായിട്ട് അസോസിയേറ്റ് ചെയ്താണ് നമ്മുടെ മൈൻഡിലിരിക്കുന്നത്. സോ ബേസിക്കലി ലിറ്ററേച്ചറിൽ അങ്ങനെയാണ്. അപ്പം ദ ബേർഡ് സ്കൈലാർക്ക് ഇറ്റ് സ്പ്രിങ്സ് ഫ്രം ദ എർത്ത് ആൻഡ് ഇറ്റ് ഗോസ് ഹൈ ഇൻ ടു ദ സ്കൈ ആൻഡ് ഇറ്റ് മൂവ്സ് ലൈക്ക് എ ക്ലൗഡ് ഓഫ് ഫയർ. ആൻഡ് ദ ബ്ലൂ ഡീപ്പ് ദൗ വിങ്ങസ്റ്റ്, ആ ബ്ലൂ ഡീപ്പ് എന്നൊക്കെ പറയുന്നത് സ്കൈനെ ഇത് പറയുന്നതാണ്. ആൻഡ് സിംഗിങ് സ്റ്റിൽ ഡസ് സോർ, ആൻഡ് യുവർ സിംഗിങ് ഇസ് ജസ്റ്റ് soaring and soaring ever singest. അപ്പം നീ അങ്ങനെ പാടി പറന്നു പോവാണെന്നാണ്. ഓക്കെ, now in the golden lightning of the sunken sun, over which clouds are brightening, thou dost float and run like an unbodied joy whose race is just begun. നോക്കൂ, ഈ ലൈനിലൊക്കെ നമുക്ക് വിൻഡോവറിലെ പോലെ തന്നെ പാറ്റേൺ ഫീൽ ചെയ്യാൻ പറ്റുന്നു. ആ ഒരു ഫ്ലോട്ടിങ്, റണ്ണിങ്, ബ്രൈറ്റ്നെസ്, റേസ്, ഇതൊക്കെ ആ സ്പീഡിനെ കാണിക്കുന്നതാണ് ബേർഡിൻ്റെ ആ വേർഡ്സ്. ഫ്ലോട്ടിങ്, റണ്ണിങ്, റേസ്, അതൊക്കെ. ആൻഡ് അപ്പോൾ നൗ ഇൻ ദ ഗോൾഡൻ ലൈറ്റ്നിങ് ഓഫ് ദ സങ്കൺ സൺ. അപ്പം ഇനി ആ അസ്തമിക്കുന്ന സൂര്യനെ കുറിച്ചാണ് പറയുന്നത്. സൺ വിച്ച് സെറ്റ്സ്
Yeah, so the bird keeps soaring into the sky as a sunset. അപ്പം ഇവിടെ സ്പീക്കർ refers to sunset as the golden lightning. അവിടേക്ക് എന്താണ് ഗോൾഡ് ഇസ് എ കെമിക്കൽ. ഇനി സിൽവറിനെ കുറിച്ച് ഒരു റെഫറൻസ് വരുന്നുണ്ട്. അപ്പം ഷെല്ലി ഒരുപാട് സയൻറ്റിഫിക് ടേംസ് ഉപയോഗിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പം ഇൻ ദ ഗോൾഡൻ ലൈറ്റ്നിങ് ഓഫ് ദ സങ്കൺ സൺ, അപ്പം അങ്ങനെയാണ് സൺസെറ്റിനെ പറയുന്നത്. ഓ വിച്ച് ക്ലൗഡ്സ് ആർ ബ്രൈറ്റനിങ് ദൗ ഡസ് ഫ്ലോട്ട് ആൻഡ് റൺ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നീ ഇങ്ങനെ പോവാണ്. ദിസ് മെറ്റഫോർ ലൈക്കൻ സൺസെറ്റ് ടു എ പ്രഷ്യസ് മെറ്റീരിയൽ. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഗോൾഡ്. അപ്പം ഗോൾഡ് ഇസ് എ വെരി എക്സ്പെൻസീവ് മെറ്റൽ. ആൻഡ് വൈൽ ലൈറ്റ്നിങ് ഇവോക്സ് നേച്ചേഴ്സ് ഇൻറ്റൻസ് ആൻഡ് പൊട്ടൻഷ്യലി ഡിസ്ട്രക്റ്റീവ് പവർ. ആ ഒരു സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത് ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. യാ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എക്സ്പ്ലെയിൻ ചെയ്താൽ അത് പിന്നെ വൃത്തികേടായി പോകും. ഓക്കെ, ഭയങ്കര ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഭയങ്കര സിമ്പിൾ ലാംഗ്വേജും കൂടിയല്ലേ. ഇൻ ദ ഗോൾഡൻ ലൈറ്റ്നിങ് ഓഫ് ദ സങ്കൺ സൺ ഓവർ വിച്ച് ക്ലൗഡ്സ് ആർ ബ്രൈറ്റനിങ് ദൗ ഡസ് ഫ്ലോട്ട് ആൻഡ് റൺ. അപ്പോൾ ഇങ്ങനത്തെ ഒരു നേച്ചറിൽ കൂടെ യു ആർ ജസ്റ്റ് ഫ്ലോട്ടിങ് ആൻഡ് റണ്ണിങ് ആൻഡ് യുവർ റേസ് ഇസ് ജസ്റ്റ് ബിഗൻ. ആൻഡ് യു ആർ ലൈക്ക് എൻ അൺബോഡീഡ് ജോയ്. നിനക്ക് ശരിക്കും നീ അൺബോഡീഡ് ആണ്. ആൻഡ് യുവർ joy is what is there. Then the clouds are brightening over the sunlight, subtly reinforcing the association between the bird and the nature. Now ഇനി അടുത്തത് പെയിൽ പേർപ്പിൾ ഈവൻ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ, ഏറ്റവും ബ്യൂട്ടിഫുൾ പോർഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഇതാണ്. ദ പെയിൽ പേർപ്പിൾ ഈവൻ മെൽറ്റ്സ് അറൗണ്ട് ദൈ ഫ്ലൈറ്റ് ലൈക്ക് എ സ്റ്റാർ ഓഫ് ഹെവൻ ഇൻ ദ ബ്രോഡ് ഡേ ലൈറ്റ് ദൗ ആർട്ട് അൺസീൻ ബട്ട് യെറ്റ് ഐ ഹിയർ ദൈ ഷ്രിൽ ഡിലൈറ്റ്. അപ്പം എന്താണ് നമ്മുടെ സ്കൈലാർക്ക് ഏർത്തിൽ നിന്ന് സ്പ്രിങ് ചെയ്ത് ആൻഡ് ഇറ്റ്സ് ഫ്ലൈയിങ് ഹൈ ആൻഡ് ഹൈ ആൻഡ് നൗ വാട്ട് ഹാപ്പൻസ്, ആ സ്കൈ ഇങ്ങനെ അതിനെ എംബോഡി ചെയ്യുകയാണ്. ഇഫ് യു ക്ലോസ് യുവർ ഐസ് ആൻഡ് ഇഫ് യു ട്രൈ ടു വിഷ്വലൈസ് യു ക്യാൻ റിയലി സീ ദാറ്റ്. അതായത് ബേർഡ് ഇങ്ങനെ ഒരു ചെറിയ കുഞ്ഞ് ബേർഡാണ്. ആ ബേർഡിന് ആ സ്കൈ ഇങ്ങനെ ചുറ്റും പൊതച്ചിങ്ങനെ അകത്തോടെടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ വയലറ്റ് ലൈറ്റ്. ആൻഡ് അത് നിങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ it is good if you try to visualize that thing. The pale purple even melts around thy flight like a star of heaven in the broad daylight thou art unseen. നിന്നെ കാണാൻ പറ്റുന്നില്ല, but yet I hear thy shrill delight. അപ്പം the bird has flown so high that the sky seems to envelop it. Although the bird cannot be seen anymore, the speaker can still feel its presence through the sound. അപ്പം ആ സ്കൈ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് എടുക്കുന്ന ആ ഒരു സാധനം, ദ പെയിൽ പേർപ്പിൾ, ദാറ്റ് ഇസ് ദ കളർ ഓഫ് ദ ട്വൈലൈറ്റ് ആൻഡ് ഇറ്റ് മെൽറ്റ്സ് അറൗണ്ട് യുവർ ഫ്ലൈറ്റ് ആൻഡ് ലൈക്ക് എ സ്റ്റാർ ഓഫ് ഹെവൻ. അപ്പം ഇവിടെ ബേർഡ് ഇസ് ലൈക്ക് എ സ്റ്റാർ ഹൂസ് ഇൻറ്റൻസ് ഗ്ലോ കാൺ ബി സീൻ ഡ്യൂറിങ് ഡേ ലൈറ്റ് അവേഴ്സ്. നമുക്ക് പകൽ സമയത്ത് കാണാൻ പറ്റില്ല, അങ്ങനത്തെ സ്റ്റാറാണ്. അപ്പം അവിടെയൊക്കെ ഒരു എന്താണ് ഐറണി ഉണ്ട്. കാരണം ഡേ ലൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ബട്ട് ദെൻ യു ആർ ലൈക്ക് എ സ്റ്റാർ ഓഫ് ഹെവൻ ഇൻ ദ ബ്രോഡ് ഡേ ലൈറ്റ് യു ആർ നോട്ട് സീൻ. നിന്നെ നമുക്ക് ഡേ ലൈറ്റിൽ കാണാനേ പറ്റില്ല. പക്ഷേ ഐ ഹിയർ ദൈ സ്ട്രിൽ ഡിലൈറ്റ് ആൻഡ് ലിങ്ക്സ് സ്കൈലാർക്ക് ആൻഡ് ദ നാച്ചുറൽ വേൾഡ് ഇറ്റ് സെൽഫ് ടു ഡിവിനിറ്റി, ഇൻഫ്യൂസിങ് നേച്ചർ വിത്ത് എ സെൻസ് ഓഫ് ഹോളിനെസ്. ഓക്കെ, ഇത് മൊത്തം ആ ഒരു കോസ്മിക് ഇതിനെ കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ടും. ഈ നേച്ചറിനൊക്കെ ഭയങ്കര സ്പിരിച്വലായിട്ടും ഭയങ്കര ഡിവൈനായിട്ടുമൊക്കെയാണ് നമ്മുടെ ഷെല്ലി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ടു എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത് മോശമായി പോകുന്നു എന്നുള്ള ഫീലിംഗ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്, ബിക്കോസ് ഐ റെസ്പെക്ട് ദ പോം. നൗ keen as are the arrows of that silver sphere whose intense lamp narrows in the white dawn clear until we hardly see, we feel that it's there. അപ്പം ഇനി സ്കൈലാർക്കിൻ്റെ സോങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആസ് കീൻ ആസ് ദ ലൈറ്റ് എമിറ്റഡ് ബൈ ദ മൂൺ. സിൽവർ സ്ഫിയർ എന്ന് പറയുന്ന മൂണിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ ഗോൾഡൻ ലൈറ്റ്നിങ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ സിൽവർ സ്ഫിയർ ഇറ്റ് ഇസ് ദ മൂൺ. അപ്പം ആ മൂണിൻ്റെ ഷാർപ്പ് പിയേഴ്സിങ് ആയിട്ടുള്ള ലൈറ്റ് പോലെയാണ് നിൻ്റെ song. Your song is as sharp and as piercing as the light emitted by the moon. And by likening the moon to a precious metal, the metaphor further glorifies the cosmos. ഞാൻ പറഞ്ഞില്ലേ, യൂണിവേഴ്സിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു രീതിയാണ് ഷെല്ലിയുടേത്. ഭയങ്കര ഓർഡിനറി ആയിട്ടും ഭയങ്കര നാച്ചുറൽ ആയിട്ടും ഒന്നും അല്ല ഷെല്ലി പറയുന്നത്. ഷെല്ലി യൂണിവേഴ്സിനെ ഭയങ്കര ഒരു ഡിവൈനായിട്ടും ഭയങ്കര വേറൊരു ലെവലിലാണ് ഷെല്ലി വേൾഡിനെ പെർസീവ് ചെയ്യുന്നതും അതിനെ പിക്ചറൈസ് ചെയ്യുന്നതും ഒക്കെ. നമുക്കും അത് വായിക്കുമ്പം നമുക്കങ്ങനെ ഫീൽ ചെയ്യും. And the moonlight compared to arrows plays up the piercing quality of both the Skylark song and the moon's beams. അപ്പം ഈ രാത്രിയുടെ ആ ഒരു പവറും ആ നിലാവിൻ്റെ ആ ഒരു പിയേഴ്സിങ് ആയിട്ടുള്ള എഫക്റ്റും അതേപോലെ തന്നെ ആ നിലാവത്ത് നമ്മൾ കേൾക്കുന്ന സ്കൈലാർക്കിൻ്റെ സോങ്ങിൻ്റെ പിയേഴ്സിങ് എഫക്റ്റും ഇത് രണ്ടും നമുക്ക് ആ ഒരു keen as are the arrows of that silver sphere എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, ആ ഒരു ഇങ്ങനെ കുത്തി തറച്ച് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന, അത് നമ്മൾ വേദനിപ്പിക്കുന്ന രീതിയിലല്ല, ഭയങ്കര മനോഹരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന
നിലാവും അതേപോലെ തന്നെ സ്കൈലാർക്കിൻ്റെ സോങ്ങും. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുള്ളി ഡിസ്ക്രൈബ്ഡ്. ഇനി all the earth and air with thy voice is loud, as when night is bare from one lonely cloud the moon rains out her beams and heaven is overflowed. ഇതൊക്കെ നമ്മൾ മനസ്സിൽ രാത്രി നമ്മൾ ഒറ്റയ്ക്ക് നിലാവുള്ളൊരു സ്ഥലത്ത് നിൽക്കുന്നു. ആൻഡ് വി ഹിയർ ദറ്റ് എന്താണ് ആ ഒരു സ്കൈലാർക്കിൻ്റെ പാട്ട് കൊണ്ട് തന്നെ ചുറ്റും എവറിത്തിങ് ഇസ് ലൗഡ് അറൗണ്ട്. ഓൾ ദ earth and air with your voice is loud, as when night is bare from one lonely cloud. ഏതുപോലെ നമ്മൾ രാത്രി സ്റ്റാർസ് ഒന്നുമില്ല, ദ നൈറ്റ് ഇസ് ബെയർ, ദ സ്കൈ ഇസ് ബെയർ ആൻഡ് ദർ ഇസ് ജസ്റ്റ് വൺ ലോൺലി ക്ലൗഡ് ആൻഡ് ചന്ദ്രൻ അതിൻ്റെ ബാക്കിൽ നിന്ന് റെയിൻസ് ഔട്ട് ഹർ ബീംസ് ആൻഡ് ദ ഹെവൻ ഇസ് ഓവർഫ്ലോഡ്. എന്ത് ബ്യൂട്ടിഫുൾ ഇമേജ് ആണല്ലേ. ഐ ഹോപ്പ് യു ക്യാൻ സീ ദാറ്റ് ഇൻ യുവർ മൈൻഡ്. നക്ഷത്രങ്ങളൊന്നും ഇല്ലാത്ത ആകാശം, ഒരു ക്ലൗഡിൻ്റെ ബാക്കിൽ നിന്ന് ചന്ദ്രൻ്റെ ലൈറ്റ് മാത്രം ഇങ്ങനെ കാണുന്നു. ആൻഡ് അത് ശരിക്കും ഭയങ്കര പിയേഴ്സിങ് ആണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, നമ്മളെ ഭയങ്കരമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു വിഷ്വൽ സാധനമാണത്. ലൈക്ക് ദോസ് ഹു ഒബ്സർവ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പം അതേപോലെയാണ് നിൻ്റെ സോങ്ങും. ആൻഡ് വിത്ത് യുവർ സോങ് ദ എൻറ്റയർ earth and the atmosphere is loud with your voice. Now the poet describes the Skylark song completely filling its environment from the sky above to the land down below. അപ്പം മുകളിൽ നിന്നുള്ള പാട്ട് it fills the entire environment, and he compares the skylark to the moon whose light fills the otherwise empty sky from behind a cloud. അപ്പം ഈ മൂൺ ഇല്ലാന്നുണ്ടെങ്കിൽ ദ സ്കൈ ഇസ് എംറ്റി. അപ്പം ഒരൊറ്റ ക്ലൗഡ് മാത്രം, അതിൻ്റെ ബാക്കിൽ നിന്ന് മൂൺ ഇങ്ങനെ ലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്ന അതേപോലെയാണ് സ്കൈലാർക്കിൻ്റെ സോങ്ങും. ഹി പേഴ്സണിഫൈസ് ബോത്ത് ദ മൂണിനെ എങ്ങനെയാണ് പേഴ്സണിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹു റെയിൻസ് ഔട്ട് ഹർ ബീംസ്. അതേപോലെ തന്നെ സ്കൈനകത്തുള്ള ക്ലൗഡിനെ എങ്ങനെയാണ് പേഴ്സണിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോൺലി ക്ലൗഡ്. ഇത് പേഴ്സണിഫിക്കേഷനാണ്. അപ്പം മൊത്തത്തിൽ നേച്ചർ എന്ന് പറയുന്ന ഒരു ഭയങ്കര ആക്റ്റീവ് ഫോഴ്സ് എപ്പോഴും ഷെല്ലിയുടെ ഇത് വായിച്ചാലും സ്കൈലാർക്ക് വായിച്ചാലും ഒക്കെ ആ നേച്ചറിനെ എങ്ങനെയാണ് ഷെല്ലി പെർസീവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ഭയങ്കര ഗ്ലോറിഫിക്കേഷനാണ്, നേച്ചറിൻ്റെ ഒരു ഗ്ലോറിഫിക്കേഷൻ, യൂണിവേഴ്സിൻ്റെ ഒരു ഗ്ലോറിഫിക്കേഷൻ നമുക്ക് ഭയങ്കരമായിട്ടും ഷെല്ലിയുടെ പോംസിൽ കാണാൻ പറ്റും. What thou art we know not, what is most like thee? From rainbow clouds there flow not drops so bright to see, as from thy presence showers a rain of melody. അപ്പം ഷെല്ലി പറയാണ്, നീ എന്താ നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുന്നതാണ്. വീണ്ടും സ്കൈലാർക്കിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ഫൈനലി വി ഓൾസോ ബിഗിൻ ടു ഫീൽ ദാറ്റ് ദിസ് സ്മോൾ ബേർഡ് ഇസ് നോട്ട് ജസ്റ്റ് എ സ്മോൾ ബേർഡ്, ഇറ്റ്സ് സംതിങ് എൽസ്, സംതിങ് ഡിവൈൻ, ഭയങ്കര ഇന്നർ സ്പിരിറ്റ് ഉള്ള അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ആണ് സ്കൈലാർക്ക് എന്ന് ഫൈനലി നമുക്കും കൂടി തോന്നിപ്പോവും. ആൻഡ് വീണ്ടും സ്കൈലാർക്കിനെ കുറിച്ച് പറയാണ്, വാട്ട് ദൗ ആർട്ട് വി നോ നോട്ട്, നീ എന്താണെന്ന് നമുക്കറിയില്ല. വാട്ട് ഈസ് മോസ്റ്റ് ലൈക്ക് ദി, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിന്നെ റിസംബിൾ ചെയ്യുന്ന വേറെ എന്താണുള്ളത്? ഫ്രം റെയിൻബോ ക്ലൗഡ്സ് there flow no drops so bright to see, as from your presence showers a rain of melody. അപ്പോൾ the speaker still does not feel that any of the comparisons fully capture the skylark's majesty. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞാലും the poet is not happy with all the comparisons that he have made. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, what you are we know not, ഞങ്ങൾക്ക് അറിയുന്നില്ലല്ലോ. What is most like thee? The speaker has such difficulty finding an example of natural beauty that will approximate the skylark's power that the speaker actually requests the bird's help, asking what is most like thee. Clear ആണെന്ന് വിചാരിക്കുന്നു. And human beings cannot classify the skylark's unique power remaking what thou art we know not. അപ്പം മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആ ഒരു സ്കൈലാർക്കിൻ്റെ യുണീക്നെസ് വേറെ എന്തിലാണ് കാണാൻ പറ്റുക, നിന്നെ പോലെ ഏറ്റവും കൂടുതൽ നിന്നെ റിസംബിൾ ചെയ്യുന്ന ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ലല്ലോ എന്ന് പറയാണ്. ആൻഡ് ഹി യൂസസ് cosmic imagery to show how delightful the bird song is, and the colorful haze of rainbow clouds. ഈ റെയിൻബോ ക്ലൗഡ്സ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഭയങ്കര രസമാണ്. സ്കൈ ഇങ്ങനെ ഒരു ട്വൈലൈറ്റിൻ്റെ സമയത്ത് ഒബ്സർവ് ചെയ്താൽ യു ക്യാൻ സീ ഡിഫറെൻറ്റ് കളേഴ്സ്. ഐ സെൻഡ് യു പിക്ചർ. ഞങ്ങൾ മെനിഞ്ഞാന്ന് ഐ സോ ദിസ് സ്കൈ ലൈക്ക് ദിസ്. ഭയങ്കര ഈ സ്കൈയുടെ ഈ ക്ലൗഡ്സിൻ്റെ ബാക്കിൽ ഇങ്ങനെ നമുക്ക് വിബ്ജിയോർ ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ റെയിൻബോ പ്രിസൈസ് ആയിട്ട് കണ്ടില്ലെങ്കിലും ആ വിബ്ജിയോർ ഇങ്ങനെ മിക്സ് ചെയ്ത് കിടക്കുന്ന ഒരു സാധനം, ദാറ്റ് യു ക്യാൻ സീ. അപ്പം അതുപോലും നമുക്ക് ആ സ്കൈലാർക്കിൻ്റെ സോങ്ങുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു സൈറ്റ് പോലും വി കനോട്ട് കമ്പയർ ഇറ്റ് ടു ദ സോങ് ഓഫ് സ്കൈലാർക്ക്. So like a poet hidden in the light of thought, singing hymns unbidden till the world is wrought, to sympathy with hopes and fears it heeded not. അപ്പം വീണ്ടും കമ്പയർ ചെയ്യാണ്, സിമിലിയാണ് ഇവിടെ ഒക്കെ. അപ്പം ദ സ്കൈലാർക്ക് ഇസ് ലൈക്ക് എ പോയിറ്റ് ഹിഡൻ ഇൻ ദ ലൈറ്റ് ഓഫ് തോട്ട്. അപ്പം ഇങ്ങനെ പോംസ് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ള പോയിറ്റിനെ പോലെയാണോ നീ? സിംഗിങ് ഹിംസ് അൺബിഡൻ ടിൽ ദ വേൾഡ് ഇസ് റോഡ്, ടു സിംപതി വിത്ത് ഹോപ്സ് ആൻഡ് ഫിയേഴ്സ് ഇറ്റ് ഹീഡഡ് നോട്ട്.
അപ്പോൾ ആ ലൈറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പോയിറ്റിൻ്റെ ഒരു നോളജും ഇൻട്രോസ്പെക്ഷനും ഒക്കെയാണ്, ആൻഡ് വിച്ച് ഐസൊലേറ്റ്സ് ദ പോയിറ്റ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി. അതുപോലെയാണോ നീ ഒരു എന്താണ് ഒരു പോയിറ്റിക് കോമ്പസിഷനിൽ ഇരിക്കുന്ന ഒരു പോയിറ്റിനെ പോലെയാണോ നീ, who is isolated from everyone else, singing hymns unbidden? And the speaker refers to the poet's verses as hymns unbidden, emphasizing the spiritual insight of the Skylark's organic spontaneous songs. Unpremeditated ആർട്ടാണ് സ്കൈലാർക്കിൻ്റെത്, ഭയങ്കര ഓർഗാനിക് ആണ്. അപ്പം അതേപോലെ നമ്മുടെ പോയിറ്റിൻ്റെ വേഴ്സസും ദോസ് ആർ അൺബിഡൻ ഹിംസ്. And the speaker goes on to suggest that the role of poetry in society is to illuminate truths that humanity has overlooked or disregarded. And അപ്പം എങ്ങനെയാണ്, a poet who sings hymns unbidden till the world is wrought to sympathy with hopes and fears it heeded not. അപ്പം ഒരു പോയിട്രിയുടെ ധർമ്മം എന്ന് പറയുന്നത് ഇസ് ടു ഇല്യൂമിനേറ്റ് ട്രൂത്ത്സ്. അപ്പം ഇതുവരെ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ മനുഷ്യർ ഭയങ്കരമായിട്ടും ഡിസ്റിഗാർഡ് ചെയ്ത് ഓവർലുക്ക് ചെയ്ത് ട്രൂത്ത്സിനെയൊക്കെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന പോലെ അതേപോലത്തെ എന്താണ് അൺബിഡൻ ഹിംസ് സിങ് ചെയ്യുന്ന ഒരാളാണോ നീ എന്ന് ചോദിക്കുകയാണ്. ആൻഡ് ഇത് ഭയങ്കര അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. ലൈക്ക് എ ഹൈ ബോൺ മെയ്ഡൻ ഇൻ എ പാലസ് ടവർ സൂതിങ് ഹർ ലവ് ലേഡൻ സോൾ ഇൻ സീക്രറ്റ് അവർ വിത്ത് മ്യൂസിക് സ്വീറ്റ് ഇസ് ലവ് വിച്ച് ഓവർഫ്ലോസ് ഹർ ബവർ. അപ്പോൾ ഇനി അതോ നീ പ്രണയത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു ഹൈബോൺ മെയ്ഡൻ, ഒരു അരിസ്റ്റോക്രാറ്റിക് യങ് വുമനെ പോലെ ഹൂ സിങ്സ് ടു കംഫർട്ട് ഹെർസെൽഫ്. ഭയങ്കര പ്രണയത്തിലൊക്കെ മുങ്ങിയിരിക്കുന്നവർ മിക്കവാറും ഐസൊലേറ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. ബിക്കോസ് the world every time disturbs people in love. അപ്പം ഹിയർ സ്കൈലാർക്കിനെ അങ്ങനെയും കൂടി കമ്പയർ ചെയ്യാണ്. നീ ഇനി അതുപോലെയാണോ ഒരു ലവ് സിക്ക് ആയിട്ടുള്ള അരിസ്റ്റോക്രാറ്റിക് വുമൻ who sings alone in her palace tower to soothe herself? അതുപോലെയാണോ നീ? പ്രണയിച്ചിട്ടുള്ളവർക്കെല്ലാം അത് മനസ്സിലാവും. ഭയങ്കരമായിട്ട് തനിച്ചിരുന്ന് ഡയറിയിൽ കുറേ പോംസ് ഒക്കെ എഴുതി ഭയങ്കര വേറൊരു those people are in another universe. They are completely isolated from the external world. അത് പ്രണയിച്ചിട്ടുള്ളവർക്കേ അത് മനസ്സിലാവും. ഇതുവരെ ആരും പ്രണയിച്ചിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഭയങ്കര നഷ്ടമാണ് കേട്ടോ. എപ്പോഴെങ്കിലും ഒക്കെ ലൈഫിൽ നമ്മൾ പ്രണയിക്കണം, എങ്കിൽ മാത്രമാണ് ഇതൊക്കെ നമുക്ക് വായിച്ചാൽ ആ ഒരു ഇമോഷൻസോടുകൂടി മനസ്സിലാവുക. പ്രണയം ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫീലിംഗ് ദാറ്റ് ഓൾ ഓഫ് us ഷുഡ് ഹാവ്. പ്രണയിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ഇമോഷൻ മനസ്സിലാവുക. ആ സ്കൈലാർക്കിൻ്റെ മ്യൂസിക് അല്ലെങ്കിൽ ദ സ്കൈലാർക്ക് ഈസ് കമ്പയർഡ് ടു ദ high-born maiden in a palace tower, soothing her love-laden soul in secret hour with music sweet as love which overflows her bower. അപ്പോൾ അവരുടെ ബവറിൽ നിന്ന് ഇങ്ങനെ ഇൻ ഓവർഫ്ലോസ്, ആ ഒരു മ്യൂസിക് ഭയങ്കര ഓവർഫ്ലോ ചെയ്യുകയാണ്. അത് ഞാൻ പറഞ്ഞ പോലെ പ്രണയിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് അത് മനസ്സിലാവുക. നമ്മുടെ എന്താണ് തനിച്ചിരുന്ന് ഈ നമ്മുടെ ഹൂവർ നമ്മുടെ ഒരു ലേഡി ലവിനെയോ അല്ലെങ്കിൽ നമ്മുടെ ലവറിനെ ഓർത്ത് നമ്മൾ പ്രണയിച്ചുകൊണ്ട് ഡയറിയിൽ എഴുതുന്ന ആ ഒരു മ്യൂസിക് എഴുതുന്ന അല്ലെങ്കിൽ സോങ്സ് എഴുതുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ലിറ്ററേച്ചറുകാർക്ക് എല്ലാവർക്കും മിക്കവാറും അറിയായിരിക്കും. ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടുള്ള ബോറിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് മനസ്സിലാവാതിരിക്കുള്ളൂ. അതുപോലെയാണോ സ്കൈലാർക്ക് നിൻ്റെ സോങ്, അല്ലെങ്കിൽ നിന്നെ ഞാൻ അങ്ങനെയാണോ കമ്പയർ ചെയ്യേണ്ടതെന്ന് ഷെല്ലി ചോദിക്കുകയാണ്. ആൻഡ് സ്കൈലാർക്ക് ഈസ് കമ്പയർഡ് ടു എ ലവ് സിക്ക് അരിസ്റ്റോക്രാറ്റിക് യങ് വുമൻ ഹു സീക്രട്ട്ലി സിങ്സ് ടു കംഫർട്ട് ഹെർസെൽഫ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പ്രണയിക്കാത്തവരെല്ലാം ഗോ ആൻഡ് ലവ് കേട്ടോ, ബിക്കോസ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രണയം എന്ന് പറയുന്ന സാധനം ലൈഫിൽ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സച്ച് എ മിസ്സിങ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, സോ ഗോ ആൻഡ് ലവ്. എന്നിട്ട് തനിച്ചു പോയിരുന്ന് ഗോ സിറ്റ് ഇൻ എ പാലസ് ടവർ, build your own sonnets and music in secret hours, soothe yourself കേട്ടോ. And the speaker's choice of a high-born maiden who lives in a palace tower emphasizes the great heights that the skylark reaches. Her song is said to overflow the tower because pranayam is that powerful and it overflows the palace tower in which she sits. And recalling the moonbeams that overflow the heavens. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ സാധനമാണ്. ആസ് വെൽ ആസ് സ്കൈലാർക്സ് റെയിൻ ഓഫ് മെലഡി. അപ്പോൾ സ്കൈലാർക്കിൻ്റെ സോങ്ങും ഇതുപോലെ തന്നെയാണ്, ഓവർഫ്ലോസ്. അത് നമുക്ക് എവിടെയും കണ്ടെയ്ൻ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് ദാറ്റ് പവർഫുൾ. Both the poet and maiden are people hidden away from the rest of society and improves our environment by filling it with beautiful words. അപ്പം ഈ പ്രണയിക്കുന്നവർ അങ്ങനെയാണ്, അതേപോലെ തന്നെ നമ്മുടെ ചന്ദ്രൻ അങ്ങനെയാണ്, നമ്മുടെ സ്കൈലാർക്കും അങ്ങനെയാണ്. ദേ ആർ ഓൾ ഐസൊലേറ്റഡ്. അവർ ഈ വേൾഡ്ലി ആയിട്ടുള്ള ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള യൂണിവേഴ്സിൻ്റെ ഒന്നും ഭാഗമല്ല. ദേ ആർ ഓൾ ഐസൊലേറ്റഡ്. ദേ ആർ വെരി ഹാപ്പി ആൻഡ് ദേ ആർ വെരി പവർഫുൾ. അവരുടെ ഇമോഷൻസ് ഭയങ്കരമായിട്ട് ഓവർഫ്ലോ ചെയ്യും. അതുകൊണ്ടാണ് സ്കൈലാർക്കിൻ്റെ സോങ് ഇസ് വെരി പിയേഴ്സിങ്. നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ തറച്ച് കയറും. ചന്ദ്രനെ നമ്മൾ ആ ഒരു ഒറ്റ ഒരു മേഘത്തിൻ്റെ ഇടയിൽ നിന്ന് നോക്കുന്ന ചന്ദ്രനും അതുപോലെയാണ്. നിലാവ് ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ തറച്ച് കയറും. ഇറ്റ്സ് വെരി പവർഫുൾ.
ഓക്കെ. അപ്പം ഇതെല്ലാം ദീസ് പീപ്പിൾ ആർ ഓൾ അതുപോലെ തന്നെ പോയിറ്റും അതേപോലെയാണ്. അൺബിഡൻ ഹിംസ് കമ്പോസ് ചെയ്യുന്ന ദ പോയിറ്റ് ഹു ട്രൈസ് ടു ഇലുമിനേറ്റ് ഹ്യൂമാനിറ്റി വിത്ത് ട്രൂത്ത്സ് വിച്ച് ഹ്യൂമാനിറ്റി ഹാസ് ഓൾവേസ് ഓവർലുക്ക്ഡ്, ഡിസ്റിഗാർഡഡ്. അപ്പം അതേപോലത്തെ ഹിംസ് കമ്പോസ് ചെയ്യുന്ന നമ്മുടെ പോയിറ്റും അതുപോലെയാണ്. ഹീസ് ഓൾസോ ഐസൊലേറ്റഡ്. പക്ഷേ അവരുടെ എല്ലാം യുനോ they are all very powerful people, അല്ലെങ്കിൽ powerful things. And so the both poet and the maiden and the skylark are people hidden away from the rest of the society and improves their own environment. പോയിറ്റിൻ്റെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ സ്കൈലാർക്കിൻ്റെ എൻവയോൺമെൻറ്റ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന ആളുകളാണ് അവരൊക്കെ. And I think I can take 5 more lines. Okay. Like a glow worm golden in a dell of dew. I know you have to sleep, but I'll take just 2 or 3 minutes and I'll wind up. And ഞാൻ നാളെ കൂടി എടുക്കാൻ നോക്കാം. I don't know if Manju will take class, otherwise I'll take it. So like a glow worm golden in a dell of dew, scattering unbeholden its aerial hue among the flowers and grass which screen it from the view. So you have to observe ചെയ്യുന്നവർക്ക് മാത്രമേ ഇതൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി വീണ്ടും എങ്ങനെയാണ് സ്കൈലാർക്കിനെ കമ്പയർ ചെയ്യുന്നത്? ലൈക്ക് എ ഗ്ലോ വർം, ഒരു മിന്നാമിനിങ്ങിനെ പോലെ. മിന്നാമിനിങ്ങിൻ്റെ ആ ഗോൾഡൻ പ്രകാശം ഉണ്ടല്ലോ, ഇൻ എ ഡെൽ ഓഫ് ഡ്യൂ സ്കാറ്ററിങ് അൺബിഹോൾഡൻ ഇറ്റ്സ് ഏരിയൽ ഹ്യൂ അമംഗ് ദ ഫ്ലവേഴ്സ് ആൻഡ് ഗ്രാസ്. ഈ നല്ല മഞ്ഞ് വീണ ട്വൈലൈറ്റ് ഒക്കെയാണ്, അപ്പം മഞ്ഞൊക്കെ വീണ പുല്ലിൻ്റെയും നമ്മുടെ പൂവിൻ്റെയും ഒക്കെ ഇടയിലിരുന്നിട്ട് ഈ ഗോൾഡൻ ഗ്ലോ വർമിൻ്റെ പ്രകാശം ഇങ്ങനെ സ്കാറ്റർ ചെയ്യും. പക്ഷേ നമുക്ക് മിന്നാമിനിനെ കാണാൻ പറ്റത്തില്ല, ബിക്കോസ് അത് ഹൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് ഐസൊലേറ്റഡ് ആണ്. അത് ഹൈഡ് ചെയ്തിരുന്നിട്ടാണ് ഇങ്ങനെ ഈ ഒരു ഗോൾഡൻ ലൈറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. Now, skylark is compared to a glowworm that distributes its light amongst the plant life of a small valley. The speaker describes its light as golden, elevating. Gold is a very expensive thing. So, elevating the insect by comparing it to a precious metal. അപ്പം ഒരു ഗ്ലോ വർമിനെയും അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഷെല്ലി എപ്പോഴും ഈ നേച്ചറിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു പോയിറ്റാണ്. അപ്പം ഓക്കെ, 50 ലൈൻസ് കഴിഞ്ഞു. അപ്പം നമുക്ക് വിൽ ടേക്ക് ഇനി ഒരു 55 ലൈൻസ് കൂടെ ഉണ്ട്. ദാറ്റ് വിൽ ടേക്ക് ടുമോറോ. അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ വാട്ട് യു പ്രിഫർ. എനിക്ക് ഇന്നലെ ഞാൻ ആരോടത്തൊക്കെ സംസാരിച്ചപ്പം ഐ ഫെൽറ്റ് ലൈക്ക് നിങ്ങൾക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നി. ലൈക്ക് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, HSSTയില ആണോ സംബഡി ടോൾഡ് മീ ലൈക്ക് റെക്കോർഡിങ് ആകുമ്പോഴത്തേക്കിന് സ്പീഡ് കൂട്ടി വേഗം നമ്മുടെ തന്നെ കംഫർട്ടിൽ കാണാമല്ലോ എന്നുള്ളൊരു സാധനം. ഹൗ ഇസ് ഇറ്റ് ഫോർ യു ഗൈസ്? എനിക്കറിയത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് മിണ്ടുവോ? ക്ലാസ് നല്ലത് ലൈവ് ക്ലാസ് ആണോ നല്ലതോ റെക്കോർഡിംഗ് ആണോ നല്ലത്? ഓക്കെ, അപ്പം ഞാൻ നാളെ മഞ്ജു എടുക്കുന്നില്ലെങ്കിൽ ഞാനിത് എടുക്കാം. അപ്പം ദാറ്റ്സ് ഇറ്റ്. അപ്പം എല്ലാവരും പോയിട്ട് ഞാൻ പ്രണയത്തിൻ്റെ കാര്യം മറക്കണ്ട. എനിക്ക് ഡെൻവറിനൊക്കെ അറിയാം. ഡെൻവർ ഭയങ്കരമായിട്ട് പ്രണയിക്കുന്ന ആളാണ്. ഞാൻ ക്രിസ്റ്റി ആയിട്ടുള്ള ഫോട്ടോസൊക്കെ കാണാറുണ്ട്. സോ പ്രണയം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അവർക്കൊക്കെ മാത്രമാണ് ഈ ഒരു സാധനം മനസ്സിലാവുക, അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും ലൈഫ്. ഓക്കെ, നമുക്ക് മിന്നാമിനിങ്ങിൻ്റെ പ്രകാശവും ചന്ദ്രൻ്റെ ലൈറ്റും എല്ലാം ഇറ്റ്സ് ഓൾ ഇഫ് യുവർ മൈൻഡ് ഇസ് വിത്ത് പ്രണയം only you can understand all that കേട്ടോ. ഓക്കെ, അപ്പം നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ പാനിക്കൊന്നും ആവണ്ട. 28 days ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, കാരണം നിങ്ങൾ എല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തവരാണ്. ഐ നോ ഈച്ച് ഓഫ് യു. അപ്പം ബി വെരി കോൺഫിഡൻറ്റ്, ദർ ഇസ് നത്തിങ് ടു വറി കേട്ടോ. കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. Good night, ma'am. Thank you. Thank you. Bye. Good night. Thank you, ma'am. Good night.